വിവാഹ ബ്യൂറോകളിലും വൈവാഹിക സൈറ്റുകളിലുമൊക്കെ പെൺകുട്ടികളുടെ രജിസ്ട്രേഷൻ കുത്തനെ കുറയുന്നു എന്ന കൗതുകകരമായ ഒരു വാർത്തയുടെ മനഃശാസ്ത്രമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. മൈ കോണ്ടൂർസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മുഷ്താഖ് അലി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളിൽ വിവാഹത്തോട് വിമുഖത കൂടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഒട്ടുമുക്കാലും വികസ്വര രാജ്യങ്ങളിലെ വിദ്യാസമ്പന്നരായ, ജോലി തേടുന്ന, ജോലിയിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ ആണ് ഈ പ്രതിഭാസം കൂടുതലായും കണ്ടുവരുന്നത്. എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രം? ഒന്ന്, ജോലിയുടെ രൂപം മാറുന്നു. പണ്ട് കായിക ശേഷി കൂടുതൽ ആവശ്യമായിരുന്ന കാര്യങ്ങളായിരുന്നു കൂടുതലും ജോലികൾ. ഇന്ന് കായിക ശേഷി വല്ലാതെ ആവശ്യമില്ലാത്ത തരം സോഫ്റ്റ്വെയർ ജോലികൾ വളരെ വ്യാപകമായതുകൊണ്ട് പുരുഷന്മാരെക്കാളേറെ അഥവാ അവരെക്കാളേറെ പുരുഷന്മാരോടൊപ്പം ആ ജോലി ചെയ്യാൻ സ്ത്രീകൾ പ്രാപ്തരാണിന്ന്. അതുകൊണ്ട് തന്നെ കരിയർ എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായി സ്ഥാപിച്ച വിദ്യാസമ്പന്നരായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. ഇത്തരം കരിയർ അഡ്വാൻസ്മെന്റിന് വിവാഹബന്ധങ്ങൾ തടസ്സമാകുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ അവരിലുണ്ട്. പണ്ടും കരിയർ ഉണ്ടായിരുന്നു. സ്കൂളിലെ ടീച്ചർ ജോലിയോ ഓഫീസ് ജോലിയോ ഒക്കെ ആയിരുന്നു കരിയർ. അന്ന് ആ കരിയറുമായി ബന്ധപ്പെടുത്തി പോകാവുന്ന കുടുംബജീവിതമാണ് നമുക്കുണ്ടായിരുന്നത്. കാരണം കരിയറും കുടുംബവും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ജോലിയായിരുന്നു അന്ന്. ഇന്ന് ജോലി ചെയ്യുന്ന മണിക്കൂറുകൾക്ക് കണക്കില്ലാത്ത ജോലിയാണ്. അതുകൊണ്ട് കരിയറിന് പോകുമ്പോൾ മറ്റു പല പ്രതിബന്ധങ്ങളും ഉണ്ടാകാം എന്ന ചിന്തയും വിവാഹത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ മനഃശാസ്ത്രം, സാമ്പത്തിക സുരക്ഷിതത്വം, സാമ്പത്തിക സ്വാശ്രയത്വം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ലക്ഷ്യമാണ്. കരിയർ നേടുക വഴി, സാമ്പത്തിക സ്വാശ്രയത്വം നേടുക വഴി ബന്ധനങ്ങളാകുന്ന ബന്ധങ്ങളിൽ ചെന്നപ്പെടാതെ വൈകാരിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാതെ ജീവിക്കാമെന്ന ചിന്തയും സ്ത്രീകളിൽ പടരുന്നുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുക, സിംഗിളാകുക എന്നുള്ളത് മുൻപുള്ള കാലഘട്ടത്തിൽ ഒരു മോശപ്പെട്ട കാര്യമായിരുന്നുവെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചു തന്ന ചില വനിതാ നേതാക്കളുടെ, വനിതാ റോൾ മോഡലുകളുടെ ജീവിതം ഇന്നത്തെ യുവതികളിൽ പലരെയും ആ പാത പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്. ഇനി വിവാഹം എന്നുള്ളത് പലപ്പോഴും ടോക്സിക്കായി മാറി അത് വിവാഹമോചനത്തിലും മറ്റ് ആക്രമണങ്ങളിലും കലാശിക്കുന്ന വാർത്തകളും സോഷ്യൽ മീഡിയകളിലൂടെ ധാരാളം പടരുന്നു. കേരളത്തിൽ തന്നെ ഇക്കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ 3-4 പ്രമാദമായ കേസുകൾ, ആത്മഹത്യകളും കൊലപാതകങ്ങളുമൊക്കെയായി വിവാഹവുമായി ബന്ധപ്പെട്ട് വന്നതും ഇന്നത്തെ യുവതികളുടെ മനസ്സിനെ സ്വാധീനിച്ച വാർത്തകളാണ്. സോഷ്യൽ മീഡിയകളിൽ എപ്പോഴും നെഗറ്റീവ് വാർത്തകൾക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നു എന്നുള്ളതും നമ്മൾ ഇതോട് ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ബന്ധനങ്ങളാകാത്ത ബന്ധങ്ങളാകാമെന്ന് ചിന്തിക്കുന്നിടത്ത് അത്തരം ബന്ധങ്ങൾ തിരഞ്ഞാൽ കിട്ടുകയില്ല എന്നാണ് യുവതികളുടെ മറുപടി. എന്താണ് ഇതിനൊരു പരിഹാരം? സൈക്കോളജിയിൽ സെക്സ് റോൾ സ്റ്റീരിയോടൈപ്പിംഗ് എന്നൊരു വിഷയമുണ്ട്. ചില സെക്സിൽപ്പെട്ടവർ ചില ജോലികൾ ചെയ്യണം. ഭാര്യയും ഭർത്താവും ജോലിക്കാരാണെങ്കിലും ഭാര്യ ഓഫീസിലെ ജോലിയും ചെയ്യണം, വീട്ടിൽ വന്ന് വീട്ടിലെ ജോലിയും ചെയ്യണം എന്ന് വരുമ്പോൾ ജോലി എന്നുള്ളത് അവർക്ക് നരകതുല്യമാകുകയാണ്. ജീവിതം നരകതുല്യമാകുകയാണ്. എന്താണ് ഇതിൻ്റെ പരിഹാരം? പണ്ട് സ്ത്രീകൾ ജോലിക്ക് പോയിരുന്നില്ല, ഇന്ന് സ്ത്രീകൾ ജോലി കൂടുതൽ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജെൻഡർ ഈക്വാലിറ്റി അഥവാ ലിംഗസമത്വം എന്നുള്ളത് പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അടുക്കള എന്നുള്ളത് സ്ത്രീക്ക് മാത്രമുള്ളതല്ലെന്നും പുരുഷനും അടുക്കളയിൽ ഗണ്യമായ പങ്കുണ്ടെന്നുമുള്ള ഒരു ജീവിത രീതിയിലേക്ക് കാര്യങ്ങൾ തിരിച്ചു വരുമ്പോൾ മാത്രമേ ഇന്ന് ഈ വിദ്യാസമ്പന്നരായ ജോലിയിൽ ഉത്സുകരായ സ്ത്രീകൾ
ഒരു പക്ഷേ വിവാഹ ചിന്തകളിലേക്ക് തിരിച്ചു വരികയുള്ളൂ. സ്ത്രീക്ക് മാത്രം നൽകാവുന്ന കുഞ്ഞുങ്ങളെ മുലയൂട്ടലും അവരെ പരിചരിക്കലും പോലെയുള്ള കാര്യങ്ങൾ കൂടിയാകുമ്പോൾ ഒരു പക്ഷേ വീട്ടുജോലികൾ കൂടുതലും ചെയ്യേണ്ടത് പുരുഷന്മാരാണെന്ന തിരിച്ചറിവിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ വിവാഹം വേണ്ട എന്നുള്ള ഈ ചിന്താഗതിയിൽ നിന്ന് അവരും ഒരു പക്ഷേ തിരിച്ചു വന്നേക്കാം. ഇതുപോലെയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുടെ തുടക്കമാണ് ഈ വിവാഹത്തോടുള്ള വിമുഖത എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ മാറ്റം നല്ലതാണ്. കാരണം തൊഴിൽ രീതികൾ മാറുമ്പോൾ, തൊഴിൽ സമയങ്ങൾ മാറുമ്പോൾ, തൊഴിലിൽ ഏർപ്പെടുന്ന ആണിന്റെയും പെണ്ണിന്റെയും അളവ് തുല്യമാകുമ്പോൾ നമ്മൾ ഇന്നേ വരെ പരിശീലിച്ചു പോന്നിരുന്ന പല ശീലങ്ങളും നമ്മൾ മാറ്റേണ്ടി വരും. അതാണായാലും ശരി, പെണ്ണായാലും ശരി. അത്തരം മാറ്റങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.